ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദമാണ് ഇപ്പോൾ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏറ്റവും ശക്തമായി ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ സിപിഐ സംസ്ഥാന സെക്രട്ടറിയും ദേശീയ സെക്രട്ടറി അംഗവുമായ ബിനോ വിശ്വത്തിന്റെ പ്രതികരണമാണ് നമ്മൾ തേടുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ LDF ഒരു വലിയ വിമർശനം ഉന്നയിക്കുന്നു. കാരണം കണ്ണൂർ പ്രസംഗത്തിന്റെ പേരിലാണ് വിമർശനം ഉന്നയിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന ഒരു പാർട്ടി, ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ ആണ് BJPക്ക് ബദലായി നമ്മൾ അവതരിപ്പിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഈ വിമർശനം ആരോഗ്യകരമാണോ? എന്താണ് CPIയുടെ നിലപാട്? രാഹുൽ ഗാന്ധി അറിഞ്ഞോ അറിയാതെയോ ഇന്ത്യ സഖ്യത്തിന്റെ രാഷ്ട്രീയം മറക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിൽ സംശയമേതുമില്ല. ഈ വലിയ യുദ്ധത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യ എതിരാളി RSS BJP ആണ്, വേറെ ആരുമല്ല. അവരാണ് മുഖ്യ എതിരാളിയെങ്കിൽ നമ്മുടെ സമരത്തിന്റെ എല്ലാ കുന്തമുറിയും തിരിച്ചു പിടിക്കേണ്ടത് അവർക്കെതിരായിട്ടാണ്. രാഹുൽ ഗാന്ധി അത് മറന്നുപോകുന്നു. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ആരോ അത് മറക്കാൻ ആവശ്യപ്പെടുന്നു. അവരുടെ സമ്മർദ്ദം കൊണ്ടായിരിക്കാം രാഹുൽ ഗാന്ധിയുടെ ഇത്തരം പ്രസ്താവനകൾ ഇന്ത്യ സഖ്യത്തിന്റെ രാഷ്ട്രീയത്തെ, ആശയത്തെ പൂർണ്ണമായും മറന്നുകൊണ്ടാണ്. കേരളത്തിലെ നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നതാണോ അങ്ങ് പറയുന്നത്? സാധ്യത വളരെ കൂടുതലാണ്. സാധ്യത മൂക്കിനപ്പുറം കാണാൻ കെൽപ്പില്ലാത്ത, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സങ്കീർണമായ ഭാവങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത കേരളത്തിലെ ചില നേതാക്കന്മാരുടെ സമ്മർദ്ദം കൊണ്ടായിരിക്കാം രാഹുൽ ഗാന്ധി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ പരസ്പരം കേരളത്തിൽ മത്സരിക്കുന്ന രണ്ട് മുന്നണികളെന്ന നിലയിൽ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുന്നത് സ്വാഭാവികമല്ലേ? അത് പുതിയ കാര്യമല്ലേ. ഇവിടുത്തെ മത്സരം എല്ലാ കാലത്തും LDFും UDFും തമ്മിലാണ്. അവിടെ പറയേണ്ട രാഷ്ട്രീയമെല്ലാം പറയട്ടെ. പക്ഷെ ഒരിക്കലും ഞങ്ങളുടെ മുഖ്യ എതിരാളി BJP അല്ലാതെ വേറെ ആരുമല്ല. അല്ല, ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ മറ്റൊരു നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിന് അതീതനാണെന്ന് കരുതുന്ന രീതി, അങ്ങനെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് ചോദിക്കുന്നത്. ആരെയും വിമർശിക്കാം. ഞങ്ങൾക്ക് ആരെയും വിമർശിക്കാം, ഒക്കെ ഞങ്ങളെയും വിമർശിക്കാം. പക്ഷെ എന്ത് വിമർശനം നടത്തുമ്പോഴത്തേക്കും ഈ സമരത്തിലെ മുഖ്യ എതിരാളി ആരാണ് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്, അവർക്കതില്ല. എനിക്ക് അത്ഭുതമില്ല. പുതിയ കോൺഗ്രസിന് അവരുടെ മൂക്കിലപ്പുറം ഒന്നും കാണാൻ കെൽപ്പില്ല. കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത് മോദിയും അതോടൊപ്പം പിണറായി വിജയനും LDFും ഒരുപോലെ രാഹുൽ ഗാന്ധി എതിർക്കുന്നു. അപ്പോൾ മോദിയുടെ നാവാണ് കേരളത്തിലെ LDFന് പിണറായി വിജയൻ എന്നാണ് അവർ ആരോപിക്കുന്നത്. ഞങ്ങൾ പറയുന്നു, ഈ രാജ്യം കാണുന്നു, ഒരുപോലെ കോൺഗ്രസും BJPയും SDPI എതിർക്കുന്നു ഞങ്ങളെ. അതുകൊണ്ട് SDPI, BJP, കോൺഗ്രസ് കൂട്ടുകെട്ട് ഞങ്ങൾ എതിർക്കുന്നു. എനിക്ക് അത്ഭുതമില്ല. നടുക്ക് കോൺഗ്രസ്, ഒരു കൈ BJP തോളിൽ, അടുത്ത കൈ SDPI തോളിൽ, എന്നിട്ട് അവർ മൂന്നും കൂടെ പറയുകയാണ് മുഖ്യ എതിരാളി LDF ആണ്. ജനങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങൾക്ക് ആ ഒരു വിശ്വാസമാണ്, ജനങ്ങളുടെ വിശ്വാസമാണ്. ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഭാവിയെ ഇത് ബാധിക്കുമോ? കാരണം ഇപ്പോൾ BJPക്ക് ഇതൊരു ബദൽ ഉയർത്തി ദേശീയതലത്തിൽ ഉയർന്നു വരുന്നു. ഉത്തരേന്ത്യയിൽ അനുകൂലമായ ചില മാറ്റങ്ങൾ വരുന്നു എന്നുള്ള വിശ്വാസം ഇടതു നേതാക്കൾ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇത്തരമൊരു വിമർശനം, രാഹുൽ ഗാന്ധിയെ പിൻ പോയിന്റ് ചെയ്തുള്ള വിമർശനം ഇന്ത്യ സഖ്യത്തിന്റെ വിശ്വാസ്യത, കാരണം ഇന്ന് മോദി പോലും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം താൻ പോലും പറയാൻ അറയ്ക്കുന്ന ഭാഷയിലാണ് രാഹുൽ ഗാന്ധിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിക്കുന്നതാണ്. മോദിയും BJPയും എത്രമേൽ ശ്രമിച്ചാലും ഞങ്ങൾക്ക് രാഷ്ട്രീയം മറക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് മോദിയുടെ കൂടെ ചേർന്നുകൊണ്ട് രാഹുൽ ഗാന്ധി എന്തെല്ലാം പറഞ്ഞാലും ഞങ്ങൾക്കറിയാം ഈ സമരത്തിലെ മുഖ്യ എതിരാളി ആരാണ്, ഞങ്ങൾക്കറിയാം മുഖ്യ കടമ എന്താണെന്ന്. അതുകൊണ്ട് അത് വിട്ടുള്ള ഒരു കളിക്കും ഞങ്ങളില്ല. ഈ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പഴയ പേരെന്നെ കൊണ്ട് പറയിക്കരുതെന്നൊക്കെ പറഞ്ഞത് അത്തരത്തിലൊരു വിമർശനം അതിരുകടന്നാണോ? ഈ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട വിമർശനത്തിന്റെ കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ മൂക്കിനപ്പുറമുള്ള രാഷ്ട്രീയം കാണാൻ കഴിയാത്ത കോൺഗ്രസ് നേതാക്കളുടെ സമ്മർദ്ദ ഫലമായിട്ടാണ് രാഹുൽ ഗാന്ധി പ്രതികരണം നടത്തുന്നത് എന്നാണ് ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറിയും ദേശീയ സെക്രട്ടറി അംഗമായ ബിനോ വിശ്വം പ്രതികരിച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ R. ശ്രീജിത്ത്, റിപ്പോർട്ടർ മാവേലിക്കര.